ഹായ് മക്കളെ! മക്കളെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നി കാണും അല്ലേ? കാരണം അതാണിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സേ എക്സാം ടഫ് ആവില്ലേ എന്നുള്ള കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെയൊക്കെ ചോദിക്കണോ? അതോ യൂട്യൂബിൽ അന്വേഷിക്കണോ? എവിടെ നോക്കിയാലും യൂട്യൂബിൽ എവിടെ നോക്കിയാലും തംബ്നെയിൽ ഇങ്ങനെയാണ്. ടഫ് ആകാൻ ചാൻസ് ഉണ്ട്. ഇത്തവണ ടഫ് ആകും. പിന്നെ ഈസി ആകുമോ? ഇങ്ങനെയുള്ള തംബ്നെയിൽ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടു കാണും. ഇനി അങ്ങോട്ടുള്ള ദിവസവും ഇഷ്ടം പോലെ നിങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൈൻഡ് ഡീവിയേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണും. അനാവശ്യമായി ടെൻഷൻ പിടിക്കാതിരിക്കുക. മക്കളെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നേരത്തെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പബ്ലിക് എക്സാമിനിടും. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് സേ എക്സാമിനിടും. അപ്പോൾ പബ്ലിക് എക്സാം ടഫ് ആയതുകൊണ്ട് സേ എക്സാം ടഫ് ആകും. ഇതും തമ്മിൽ നോ കണക്ഷൻ. ഏകദേശം പാറ്റേൺ എല്ലാം ഒരേപോലെ ആയിരിക്കും എന്നല്ലാതെ ഇത് ടഫ് ആകുമോ ഈസി ആകുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തവണത്തെ സേ എക്സാം ടഫ് ആകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എഴുതാം. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ടഫ് ആവും. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് ജയിക്കാനും പറ്റും, നല്ല മാർക്ക് നേടാനും പറ്റും. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞു വെക്കുക. ഇപ്പോൾ ഒന്നാമത് നല്ല മഴയൊക്കെയാണ്. മഴ കാരണം കറണ്ട് പോക്കും പിന്നെ പഠിക്കാനുള്ള സമയമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഉള്ള സമയം നന്നായിട്ടിരുന്ന് പഠിക്കുക. അല്ലാതെ ഇങ്ങനെ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പോകാതിരിക്കുക. ഓക്കെ. സമയം കളയല്ല്. ആകപ്പാടെ കുറച്ച് ദിവസം കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. മക്കളെ നന്നായിട്ട് പഠിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ കേട്ടോ.